ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് തന്നെ നമ്മൾ ഓഫീസിലത്തെ കുറേ വർക്കുകളൊക്കെ ആയിട്ട് മൊത്തം സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ചിന്തിച്ചിട്ടുണ്ട്. എവിടേക്കല്ല നമ്മളിന്ന് നമ്മുടെ ഗോവയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ജീപ്പിലൊക്കെ പോകണമെങ്കിൽ എന്തായാലും ഒരു മാസമൊക്കെ പിടിക്കും ഗൈസ് നമ്മുടെ സിറ്റിയിൽ നിന്ന് പോകുന്നെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് പ്ലെയിനിലാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് എന്തായാലും എയർപോർട്ടിൽ എത്തിച്ച് വിടാം. എടാ കുറച്ച് വണ്ടി സ്ലിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും എയർപോർട്ടിൽ കയറിയിട്ട് നേരെ ഗോവയ്ക്ക് പോകും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ലീവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ബോസും കാര്യങ്ങളൊക്കെ ഓക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ഇട്ടത്. സോ നേരെ നമുക്ക് എന്തായാലും കത്തിച്ചു വിടാം. നമ്മുടെ മച്ചമ്പി കത്തിച്ച് വിടണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ പ്ലെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നേരെ നമുക്ക് എന്തായാലും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടൊക്കെ റെഡിയാക്കിയാൽ നമുക്ക് എന്തായാലും ഗോവയ്ക്കും കാര്യങ്ങളൊക്കെ പ്ലെയിനിൽ അടിച്ച് പൊളിച്ച് പോവാം. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് റെഡി ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിച്ചിട്ട് വരാം. നമ്മുടെ മച്ചു ഓടിപ്പോണ്ട്. മച്ചു നല്ല രീതിയിൽ ഹാപ്പിയാണ്. ഓക്കെ ഗീസ്, അപ്പോൾ നമ്മൾ എന്തായാലും അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്, പോകാൻ പറഞ്ഞിട്ടുണ്ട് ഗീസ്. ഇപ്പോൾ നമ്മുടെ പ്ലെയിനിങ് കാര്യങ്ങളൊക്കെ എടുക്കും. പോയിട്ട് റിട്ടേണിൻ്റെ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 ദിവസമേ അവിടെ നിൽക്കണുള്ളൂ. അത്ര ലീവേ നമുക്ക് ബോസ് തന്നിട്ടുള്ളൂ. അത്ര ലീവൊന്നുമില്ല. നമ്മുടെ ഈ ചെറിയ ഭാഗത്തൊക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കൽ ഭാഗത്തൊക്കെ പോയി മടുത്തു ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് എന്തെങ്കിലും കത്തിച്ചു വിടാം. നമ്മുടെ പ്ലെയിൻ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലെയിൻ ഐശ്വര്യത്തോടെ. ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു 5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 5 മണിക്കൂറില്ല, ഒരു നാളെ എത്തും, അങ്ങനത്തെ ഒരു ഇതാണ്. ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടിയല്ല, പ്ലെയിൻ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ എത്താൻ കുറേ നേരമൊക്കെ ആവും. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് എന്തായാലും എല്ലാവർക്കും കാണാം നമ്മുടെ പ്ലെയിനൊക്കെ പറപ്പിച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ കുറേ നേരത്തിന് ശേഷം രാവിലെയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കറക്റ്റ് തന്നെ ലാൻഡാക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മളറിയാണ്ട് പൂളിൻ്റെ അടിയിൽ പെട്ടുപോയി. അയ്യോ പൂളല്ലേ ഗൈസ്, ഇത് ബീച്ചാണ് കേട്ടോ. ഇപ്പം എന്താ ചെയ്യുക, നമുക്ക് ഇത് പിടിച്ചാലും നിൽക്കണമില്ല. നമുക്കെന്തായാലും പെട്ടെന്ന് ഇറങ്ങാം. മച്ചു ഇറങ്ങിക്കോ, 3, 2, 1 ഗോ. എടാ മച്ചു ഇറങ്ങടാ. എടാ മച്ചു, ഡോർ ലോക്കായോ? ഇല്ല ഡോർ ലോക്കായിട്ടില്ല കേട്ടോ. നമ്മുടെ മച്ചു ചാടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്കിൽ മച്ചബിയാനും മേലെ ബീച്ചിൽ വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് എന്തായാലും ടാക്സിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ഒരു ലോഡ്ജിൽ പോയിട്ട് ഒരു ദിവസം ഇരിക്കുക ഗൈസ്. എന്നിട്ട് നമുക്ക് നൈറ്റ് ടൈമിൽ ഇവിടേക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ മൊത്തം വൈബാണ് ഉദ്ദേശിക്കുന്നത്. ഗൈസ്, ഇവിടെ ഒരു ടാക്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏട്ടാ, എനിക്ക് ഈ കാറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു 2 ദിവസത്തിന് റെൻറ്റിന് തരുമോ? ഇതിന് റെന്റിനൊക്കെ വെച്ച് തന്നെ എന്തായാലും ഒരു 1000 രൂപ വരും കേട്ടോ. ഒന്ന് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ താക്കോലും കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോയിക്കോളി. ഓക്കെ ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ അയച്ചു തരാം. ഓക്കെ സാർ, അങ്ങനെ നമ്മളെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ കിട്ടി. നമ്മളൊരു ലോഡ്ജും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഗൂഗിൾ മാപ്പ് വഴി കൂടെ കണ്ടുപിടിച്ച്. ഇതാണ് ഗീസ് നമ്മളെ 5 സ്റ്റാർ ഹോട്ടൽ എടുത്തിരിക്കുന്നത്. നമ്മുടെ നേരെ തന്നെ നമുക്ക് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കുന്ന വണ്ടികളൊക്കെ നോക്കിയാൽ നമ്മളാണ് റെൻറ്റിന് എടുത്തിട്ട് ഒരു ഊള വണ്ടിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ എത്ര ക്യാഷായാലും ഒരു എക്സ്പെൻസീവ് ജീവിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ആകെ വരുന്നതേ 2 ദിവസം അധികം എൻജോയ് ചെയ്ത് ജീവിക്കും. വണ്ടി നോക്ക്, എന്തൊക്കെ വണ്ടിയാണ്. ഓക്കെ, അപ്പം നേരെ നമുക്ക് എന്തായാലും പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നൈറ്റ് നമുക്ക് എന്തായാലും ബീച്ചിൽ പോകും. ഓക്കെ സാർ, അങ്ങനെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇനി നേരെ തന്നെ നമുക്ക് എന്തായാലും ബീച്ചിൽ പോകാൻ ടൈമായിട്ട്. നൈറ്റ് ടൈം അടിപൊളിയായിട്ടുണ്ട് പറയുന്നത്. ഇന്ന് ഗെയ്സ് മൺഡേ ദിവസമാണ്, അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നു തീരെ തിരക്കില്ല എന്നാണ്, കാരണം വെക്കേഷൻ ടൈമും അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം നമ്മുടെ കാറ്. ഗേസ്, ഇത് പോലീസ് കാർന്ന് എഴുതിയിട്ട് വെറുതെ പോലീസിനെ എഴുതിക്കേണ്ട, അതൊന്നും ആരും കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ബീച്ച് സൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്താണ് കേട്ടോ ഇത്. ഈ ബീച്ച് സൈഡിൽ ആരുമില്ല കേട്ടോ, നമ്മൾ ഒറ്റയ്ക്കാണ് തോന്നുന്നു. നല്ല ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട് വിട്ട് ഇറങ്ങാൻ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതാണ്. നോക്കുമ്പോൾ ഉറങ്ങി കാണിക്കുമ്പോഴത്തേക്കും നല്ല വൈകി. നമ്മളെന്തായാലും കാറും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് വരാം ഗീസ്. ഓക്കെ, കുറച്ച് പൂളിൽ കുളിച്ചിട്ടും കുറച്ച് നേരം നല്ല ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അതൊക്കെ ഒന്ന് ഫുൾ നമ്മൾ റീഫിൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഓക്കെ സാറിന് കുറേ നേരത്തിന് ശേഷം നമ്മൾ മൊത്തം റെഡി ആയിട്ടുണ്ട്. നാളെ നമ്മളെന്തായാലും സിറ്റിക്കൊക്കെ പോകണമായിരിക്കും. നാളെ രാവിലെ കേട്ടോ ഫ്ലൈറ്റ്. നമ്മളെന്തായാലും എല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പം നാളെ നമ്മളെന്തായാലും പോകും. അപ്പോൾ നേരെ നമുക്ക് ലോഡ്ജിൽ പോകാം. ഓക്കെ സാറിന് കുറേ നേരത്തിന് ശേഷം നമ്മളെന്തായാലും സിറ്റിങ്ങുകളൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. എന്തായാലും ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.